നീറ്റിൻ്റെ ഫലം വന്നു ജൂൺ 4-ാം തീയതി. ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്ന അന്ന് തന്നെയാണ് നീറ്റ് പരീക്ഷയുടെ ഫലവും വന്നത്. നീറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ അത് MBBS, BDS അങ്ങനെ തുടങ്ങിയുള്ള പലവിധ കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ദേശീയ തലത്തിൽ നടക്കുന്ന ടെസ്റ്റാണ്. ഈ ടെസ്റ്റിനെ കുറിച്ച് 2013 ഈ ടെസ്റ്റ് ആരംഭിക്കുന്നത്. അതിനു മുമ്പ് വിവിധ സംസ്ഥാനങ്ങൾ അവരുടേതായ ടെസ്റ്റ് നടത്തുക ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിന് പകരം അതിനെ മാറ്റിക്കൊണ്ടാണ് രാജ്യത്തെ മൊത്തത്തിൽ ഒരു എൻട്രൻസ് ടെസ്റ്റ്, എലിജിബിലിറ്റി ആൻഡ് എൻട്രൻസ് ടെസ്റ്റായിട്ട് നീറ്റ് ആവിഷ്കരിക്കുന്നത്. അന്നു മുതൽ തന്നെ നീറ്റിനെ കുറിച്ച് പല വിധത്തിലുള്ള പരാതികൾ ഉയർന്നിരുന്നു. പ്രധാനമായിട്ടും പരാതി ഉയർത്തിയ സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. നീറ്റ് എന്ന് സമ്പന്നർക്ക് അഡ്മിഷൻ, സമ്പന്ന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ കൂടുതൽ അവസരം നൽകുന്നതാണ് നീറ്റ് എന്നുള്ള വിമർശനം അന്ന് തന്നെ തമിഴ്നാട് ഉന്നയിച്ചിരുന്നു. തമിഴ്നാട് നീറ്റിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. തമിഴ്നാട് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കി അവരൊരു നിയമം കൊണ്ടുവന്നു. ആ നിയമത്തെ ചൊല്ലി വലിയ കോൺട്രവേഴ്സി, ഇതൊക്കെ സംഭവിച്ചു. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ നീറ്റിനെ കുറിച്ച് ഉയർന്നിരിക്കുന്ന പരാതികൾ വ്യാപകമാണ്. ഒന്ന്, നീറ്റിൻ്റെ ചോദ്യപേപ്പർ നേരത്തെ തന്നെ ചോർന്നു എന്നുള്ളതാണ് ഒരു അലിഗേഷൻ. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ റിസൾട്ടിൽ ഇങ്ങനെയുള്ള ഒരുപാട് അനോമലീസ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള പരാതികൾ ഉയരുന്നു. അതിലേറ്റവും പ്രധാനം 720 മാർക്ക് നേടിയ കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ നീറ്റിൽ 2 ഇത്തവണ 67 ഉയർന്നിരിക്കുന്നു. അതുപോലെ ഈ നീറ്റിൽ സമയം, പരീക്ഷയ്ക്കെത്തിയ കുട്ടികൾക്ക് വേണ്ട വിധത്തിൽ അവരുടെ സമയം വിനിയോഗിക്കാൻ സാധിച്ചില്ല. അതിന് സാങ്കേതിക തടസ്സങ്ങൾ, മറ്റ് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നൊരു സംവിധാനം നീറ്റ് നടത്തുന്ന ഏജൻസി കൊണ്ടുവന്നു. ഈ ഗ്രേസ് മാർക്കിൻ്റെ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നുള്ള സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. ഇങ്ങനെ ഗ്രേസ് മാർക്ക് കൊടുത്തു. ഈ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ഉയരുന്നു. അങ്ങനെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നു. ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുമായിട്ട് കുട്ടികൾ കോടതികളെ സമീപിച്ചിരിക്കുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ. നമ്മൾ നീറ്റിനെ കുറിച്ചാണ് ഇന്ന് ഇൻസൈറ്റിൽ സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് ഡോക്ടർ N. സെബാസ്റ്റ്യൻ ആണ്. ജാമിയ മിലിയ സർവകലാശാല ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസിലെ പ്രൊഫസറാണ് അദ്ദേഹം. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഇപ്പോൾ നീറ്റിനെ കുറിച്ച് വരുന്നിരിക്കുന്ന പരാതികൾ അത് എത്രത്തോളം യുക്തിസഹമാണ് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? രാജ്യത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ എന്നുള്ള നിലയിൽ നീറ്റ് പരീക്ഷ തുടക്കം മുതലേ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതായത് നീറ്റ് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും അവരുടെ പരീക്ഷാ രീതികളും പരീക്ഷയുടെ മാനദണ്ഡം വലിയ രീതിയിൽ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടെ വേണം നമ്മൾ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തെ കാണാൻ. താങ്കൾ സൂചിപ്പിച്ച ആരോപണങ്ങൾ, ഇതിനു മുമ്പും നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളും കോടതി വ്യവഹാരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കോടതികൾ പോലും പലപ്പോഴും നീറ്റ് പരീക്ഷയിലെ ആൾമാറാട്ടവും മറ്റും പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അതില് ഇത്തരം ആരോപണങ്ങളിൽ പലപ്പോഴും കഴമ്പുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമായിട്ടുള്ളതാണ്. ഇത്തവണ പക്ഷേ വളരെ പ്രസക്തമായ ഒരു ആരോപണമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതില് ആകെ ഈ പരീക്ഷ യുടെ റിസൾട്ട് സംബന്ധമായിട്ട് അത് പ്രഖ്യാപിച്ച സമയവും അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഉയർന്നു വന്ന ആരോപണങ്ങളും റിസൾട്ടിനകത്ത് തന്നെ ഉണ്ടായ സംശയങ്ങളും ദുരൂഹതകൾ എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള കാര്യങ്ങള് ഇത്തവണ വളരെ സജീവമായിട്ട് ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുകയാണ്. മുൻ വർഷങ്ങളിൽ ഉപരിയായിട്ട് ഈ ഏജൻസിയുടെയും പരീക്ഷയുടെയും പരീക്ഷാ രീതിയുടെയും നടത്തിപ്പിന്റെയും എല്ലാം വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ് ഇത്തവണ ഈ പ്രശ്നം സജീവം ചർച്ചയിൽ വന്നിരിക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ച ആരോപണങ്ങള് പ്രത്യക്ഷത്തില് നമുക്ക് ഈ ആരോപണങ്ങളില് കഴമ്പുണ്ട് എന്ന് തോന്നുന്ന രീതിയിലാണ് ഒരു സാമാന്യ യുക്തി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരീക്ഷയില് 67 വിദ്യാർത്ഥികൾ ഫുൾ മാർക്ക് നേടുന്നു. അത് ഈ ഒരു എൻട്രൻസ് പരീക്ഷയുടെയും ചരിത്രത്തിൽ ഇന്നുണ്ടാകാത്ത രീതിയിലാണ്. മുൻ വർഷങ്ങളിൽ താങ്കൾ അത് വ്യക്തമായി തന്നെ പറഞ്ഞു, 2-3
വിദ്യാർത്ഥികളാണ് ഇത്രയും ഫുൾ സ്കോർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതും ഫുൾ സ്കോർ ചെയ്ത വിദ്യാർത്ഥികളിൽ വലിയൊരു വിഭാഗം ഒരു പ്രത്യേക സെന്ററിൽ പരീക്ഷ എഴുതിയവര്, അവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നു. ഈ ഇത് നമുക്കറിയാം, ഈ നീറ്റ് പരീക്ഷയുടെ ഫലം വളരെയേറെ നിർണായകമാവുന്നതാണ്. ഒരു കാര്യം, ഇന്ത്യയിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഡൽഹി എയിംസിൽ സീറ്റ് കിട്ടുക എന്നുള്ളതാണ്. അത് നീറ്റ് പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന റാങ്കിൽ വരുന്ന വിദ്യാർത്ഥികൾക്കാണ് അത് കിട്ടുക. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകൾ, കേന്ദ്ര സർവകലാശാലകളുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജുകൾ, സംസ്ഥാന സർവകലാശാലകളുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജുകൾ, അത് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ അടക്കം നീറ്റ് പരീക്ഷയുടെ സ്കോറിനെ ആശ്രയിച്ചാണല്ലോ അഡ്മിഷൻ നടക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വളരെ മത്സരബുദ്ധിയോടുകൂടെ വലിയ പ്രിപ്പറേഷൻസ് നടത്തി നടക്കുന്ന ഒരു പരീക്ഷയാണിത്. അത് രാജ്യവ്യാപകമായിട്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നു. തന്നെ മാസങ്ങളോളം വർഷങ്ങളോളം പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണ്. സ്വാഭാവികമായി ആ പരീക്ഷയുടെ വിശ്വാസ്യത വളരെ വളരെ പ്രധാനമാണ്. ഈ പരീക്ഷ കണ്ടക്ട് ചെയ്യുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതൊരു ഓട്ടോണമസ് ഏജൻസിയാണ് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച. അതൊരു സെൽഫ് ഫൈനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് NTA-യുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷന്റെ CUET ടെസ്റ്റ് കുറെ വർഷങ്ങളായിട്ട് CUET കണ്ടക്ട് ചെയ്യുന്നത് NTA ആണ്. അവർ പലപ്പോഴും അതിന്റെ റിസൾട്ട് ഒരുപാട് വൈകുന്നു, അഡ്മിഷൻ വൈകുന്നു, പരീക്ഷാ നടത്തിപ്പ് സെന്ററുകൾ അവസാന നിമിഷം സെന്ററുകൾ മാറുന്നു, വിദ്യാർത്ഥികളെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒന്ന് ആയി മാറി. അതുപോലെ തന്നെ NTA സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ഒരു പ്രധാന ആരോപണം, ഇതൊരു പ്രോഫിറ്റ് മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പരീക്ഷകൾ കണ്ടക്ട് ചെയ്യുക, അതിൽ നിന്ന് ഫീസിൽ നിന്നും മറ്റ് വരുമാനം ഉണ്ടാക്കുക, അങ്ങനെ ഒരു ലാഭം ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന, അതായത് കേന്ദ്ര സർക്കാരിൽ നിന്നോ മറ്റ് സർക്കാർ ഏജൻസിയിൽ നിന്നോ യാതൊരു തരം ഫണ്ടിങ്ങും ഇല്ലാതെ സ്വയം പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇത്തവണത്തെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഈ വലിയ ആരോപണം ഉയർന്നു വന്നത്. ആരോപണത്തിന് പല തലങ്ങളിൽ ആരോപണം ഉയർന്നു വരുന്നുണ്ട്. ഏറ്റവും ശക്തമായി ആരോപണം ഉയർത്തുകയും കേന്ദ്ര സർക്കാരിനെയും കോടതിയൊക്കെ സമീപിച്ചിരിക്കുന്നത് ജൂനിയർ ഡോക്ടേഴ്സിന്റെ ദേശീയ സംഘടനയാണ്. അവര് പല പ്രശ്നങ്ങളും ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിലൊന്ന് താങ്കൾ സൂചിപ്പിച്ച ഈ വിജയവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതും ഗ്രേസ് മാർക്ക് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ഉണ്ടായ ആരോപണങ്ങളാണ്. ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഒരു ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നിർണയിക്കപ്പെടുന്ന ഒരു പരീക്ഷയാണ്. ഒരുപക്ഷെ രാജ്യത്ത് നടക്കുന്ന സിവിൽ സർവീസ് പരീക്ഷയെക്കാളും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എന്ന് പറയാം. കാരണം സിവിൽ സർവീസ് പരീക്ഷയിൽ സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകളുടെ എണ്ണവും ഒക്കെ വളരെ കുറവാണ് കമ്പയർ ചെയ്ത് രാജ്യത്തെ ഏതാണ്ട് 80,000-ഓളം വരുന്ന മെഡിക്കൽ സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് വേണ്ടി നടത്തുന്ന ഒരു പരീക്ഷ. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും സുതാര്യമായിരിക്കണം, എല്ലാവിധ സംശയങ്ങൾക്കും അതീതമായിരിക്കണം, കൃത്യമായിരിക്കണം എന്നുള്ളത് ഏറ്റവും മെറിറ്റ് ഉള്ള വിദ്യാർത്ഥി മാത്രം മുന്നോട്ട് വരുന്ന ഒന്നായിരിക്കണം എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ അതിൽ നടക്കുന്ന ഏതൊരു ചെറിയ പിഴവ് പോലും വലിയ രീതിയിൽ ഉള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ആ ഒരു സാഹചര്യത്തിലാണ് ഈ പ്രശ്നത്തെ നമ്മൾ കാണേണ്ടത്. ഇതൊരു നിലവിൽ നമുക്കതിന്റെ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇത് ബോധപൂർവം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ഒന്നാണോ, അതോ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണോ? ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങള്, ഈ ഒരു സെന്ററിലെ വിദ്യാർത്ഥികൾ ഇത്രയേറെ മാർക്ക് സ്കോർ ചെയ്യുന്നതിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്?
ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതിൽ ഉള്ള അപാകതകൾ എന്താണ്? ഇതേക്കുറിച്ചൊന്നും വളരെ വ്യക്തമായ ഒരു ധാരണ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ആ, ആ, തെളിവ് ശേഖരിക്കലും മറ്റ് നടപടികളും അതിന്റെ ഇറ്റ്സ് ഓൺ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷെ ഒരു സാധാരണ ആ, കാരൻ എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങളെ മൊത്തത്തിൽ നോക്കി കാണുമ്പോൾ സംതിങ് ഈസ് റോങ് സംവെയർ എന്ന ഒരു ധാരണയാണ് ആ, നമുക്കുള്ളത്. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ രാജ്യത്ത് മൊത്തമായിട്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും ആ, ഒക്കെ ഈ ഒരു ധാരണയിലെ ആണ് നിലവിലുള്ളത്. ഇപ്പൊ കൂടുതൽ അന്വേഷണങ്ങൾ നടന്ന് ആ, തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് ഇതിൽ പലതും. എന്നാൽ പോലും വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണിത്. അതുപോലെ തന്നെ താങ്കൾ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എൻ ഡി എ സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ആരോപണം സമയബന്ധിതമായി അവർക്ക് ഒരു പരീക്ഷയുടെയും റിസൾട്ട് പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു. ഇപ്പൊ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അറിയാം, നമ്മൾ അതിന്റെ ഒരു ഷെഡ്യൂൾ ചെയ്യുമ്പോൾ റിസൾട്ട് ജൂൺ 14 റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ജൂൺ 13 വരെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തേണ്ട പ്രോസസ്സുകളെ ഷെഡ്യൂൾ ചെയ്തതിന് ശേഷമാണ് ജൂൺ 14 പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ കഴിയുക. അത് നമുക്കറിയാം. പലപ്പോഴും നമ്മളുടെ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ലാസ്റ്റ് മൂമെന്റില് ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തിട്ടാണ് അതിന്റെ ടാബുലേഷൻ എല്ലാം കംപ്ലീറ്റ് ആക്കുകയും അത് കൃത്യമായി യാതൊരുവിധ പിഴവുകളും ഇല്ലാതെയാണ് ഫലം പ്രസിദ്ധീകരിക്കുന്ന ഉറപ്പുവരുത്തിയിട്ട് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായും ഇത്രയേറെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ഒരു പരീക്ഷയുടെ റിസൾട്ട് ഏജൻസിക്ക് ഷെഡ്യൂൾ ചെയ്തതിലും 10 ദിവസം മുമ്പേ പ്രഖ്യാപിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻസ് അതിൽ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡൈല്യൂഷൻസ് നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത് ഏറെക്കുറെ അസാധ്യമായ കാര്യമാണ്. 14 പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് ഷെഡ്യൂൾ ചെയ്യുകയും അത് 4 പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇത്രയും അധികം പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകേണ്ട ഒരു പരീക്ഷയുടെ കാര്യത്തിൽ അത് ഒരു സംശയത്തിന് ഇട നൽകുന്ന കാര്യമാണ്. അപ്പം എന്തെങ്കിലും ഇന്റൻഷൻ ഉണ്ടോ ഇതിങ്ങനെ? അതും 4 എന്ന് പറയുന്നത് നമുക്കറിയാം, ഏവരും ഉറ്റുനോക്കിയ ദേശീയ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുന്ന ദിവസം, അതിന്റെ കൗണ്ടിങ് നടക്കുന്ന ദിവസമാണ് ഈ നീറ്റ് എക്സാമിനേഷന്റെ ഫലവും വന്നത്. അപ്പൊ ഇത് ബോധപൂർവം 4 പ്രഖ്യാപിച്ച് എല്ലാ മീഡിയ അറ്റൻഷനും സർവത്ര ശ്രദ്ധയും ദേശീയ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും കൃത്യമായ വ്യക്തമായ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, എന്തെങ്കിലും കാര്യങ്ങൾ പൊതുജനം ഗൗരവമായി എടുക്കരുത്, അവരുടെ ശ്രദ്ധയിൽ പെടരുത് എന്ന് ഉദ്ദേശിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്.